ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോംബി ക്യാച്ചേഴ്സ് എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗെയിമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സോംബീസിനെ പിടിക്കണം. അവയെ പിടിച്ചിട്ട് എന്താ ചെയ്യണം, ഒരു മെഷീനിൽ 3 ആൾക്കാരെ കൊണ്ട്, അതായത് സോംബീസിനെ ഇറക്കിയിട്ട് അവരെ ജ്യൂസാക്കി വിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഗെയിമിൽ കുറച്ച് മാപ്പ് ഉണ്ട്, ബീച്ചുണ്ട്, സ്നോ ഉണ്ട്, ചൈന ടൗൺ ഉണ്ട്, ലാഗൂൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പിന്നെ ഇൻഫെസ്റ്റഡ് സിറ്റി പറയുന്ന സ്ഥലമുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്വാമ്പ് എന്ന സിറ്റിയിൽ നിന്നാണ് സ്വാമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ സോംബീസിനെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സോംബീസിനെ പിടിക്കാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ സോംബീസിനെ പിടിക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സോംബീസിനെ എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഇവിടെ 3 ബ്രെയിനിൻ്റെ ചിഹ്നം കാണിക്കുക, 3 ബ്രെയിൻ ഇടുക. അതായത് മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിൽ. അപ്പോൾ അതിടുക, എന്നിട്ട് 3 എണ്ണത്തിന് ഒറ്റയടിക്ക് പിടിക്കുക. ഓക്കെ, ഒറ്റയടിക്കല്ല, ഒറ്റയടിക്ക് 2 പേരെ, ഒറ്റ വെടിക്ക് 1 പേർ, ഒന്നിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി 2 ബ്രെയിൻ മസ്തിഷ്കങ്ങളിടാം. അങ്ങനെ 2 ആളും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവന്മാരും പിടിക്കാം. നിൽക്കട അവിടെ, ഞാനിപ്പോൾ പിടിക്കും. കാണാൻ ഓടിയിട്ട് കാര്യമില്ല. എങ്ങോട്ട് ഓടണേ? ഞാൻ ഇപ്പോൾ പിടിക്കും. ഓടേണ്ട ആവശ്യമില്ലായിരുന്നു, പിടിക്കുന്നത് പറഞ്ഞില്ലേ. അങ്ങനെ ഈ ലെവൽ കഴിഞ്ഞു. ഇനി അടുത്ത ലെവലിലേക്ക് പോവാം. അങ്ങനെ അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളോട് ക്യാച്ച് സോംബീസ് എന്ന്, അതായത് സോംബീസിനെ പിടിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ 2 തലച്ചോറ് കാണുന്നുണ്ട്. ആ തലച്ചോറ് എന്താ പറയുക, ഒരു തലച്ചോറാണ് തോന്നണേ, എനിക്കറിയില്ല. അങ്ങനെ ഓരോ വെടി വെച്ചു. അപ്പോൾ അങ്ങനെ സോംബീസ് പോയി. അങ്ങനെ ഇവന്മാരെയും വെടിവെക്കാൻ പോവാണ്. ഇവന്മാരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, 2 എണ്ണത്തിന് ഒറ്റ അടിക്ക് വെടിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഗെയിം പ്ലേ ഏതാണെന്ന് നിങ്ങൾ തന്നെ പറയണം. കാരണം എനിക്ക് ഗെയിം പ്ലേ ഒന്നും കിട്ടുന്നില്ല. കണ്ടൻറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് തല ഇങ്ങനെ ഇളകും. അങ്ങനെ വീണ്ടും പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയും കുറച്ച് ബ്രെയിൻസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവന്മാരെ പിടിക്കാം. ഓക്കെ, ഒരൊറ്റടിക്ക് 2 പേര്. ഇനിയും പോവാം. എന്നിട്ട് ഇവിടെ കുറച്ച് ബ്രെയിൻ ഇടാം, എന്നിട്ട് ഒറ്റയടിക്ക് 2 പേര്. അങ്ങനെ ഇല്ല കേട്ടോ, ഒരുത്തനെ എപ്പോൾ പിടിക്കും. പോവല്ലടാ, ഇവനെ പിടിച്ചിട്ട് നമുക്ക് പോവാം. എവിടേക്കാണ്? ഇനി 3 പേരുള്ളൂ, 4 പേരുള്ളൂ. ഇനി ഒരാളും കൂടി മതി. അങ്ങനെ പോകണ്ട. അങ്ങനെ ഇവനും പോയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് അടുത്ത സോംബി ക്യാച്ചിന് പോവാം. അങ്ങനെ അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും എനിക്ക് ഒരുപാട് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും തരണേ. ഇത് ഞാൻ എല്ലാ കമൻറ്റിലും കെട്ടുപിടിച്ച ഡയലോഗാണ്, എങ്ങനെയുണ്ടെന്ന് പറയണം. കാണുന്ന പ്രേക്ഷകരുടെ ഒരുപാട് ലൈക്കും സബ്സ്ക്രൈബും തരണേ. ഇത് കമൻറ്റിലിടണം. ഇന്ന് ഞാൻ പറയണത് ഇങ്ങനെയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 200 സബ് എത്തിയിട്ടുണ്ട്. 200 സബ് ഇസ് മൈ ചാനൽ സപ്പോർട്ട്. ചാനൽ ടാർഗറ്റ് മാറിപ്പോയി. ഇനി അടുത്തതിലും കിടക്കാം. അങ്ങനെ അടുത്തതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ട്. കാരണം ഞാനിപ്പോൾ 41 വീഡിയോസ് ഇട്ടല്ലോ. ഇനി എന്തിനാ പേടിച്ച് ഇങ്ങനെ വിറക്കണ സൗണ്ടൊന്നും ഇടണ്ട. അതായത് എനർജിയിൽ വോയിസിൽ ഇങ്ങനെ ഗെയിമിന് വോയിസ് കൊടുക്കുക, അതായത് വോയിസ് ഓവർ. അങ്ങനെ കുറച്ച് താങ്കളെ LED സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കളിയിലേക്ക് കിടക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ വേറെ കളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്കിന് ഒരു 1K വ്യൂസ് കടന്നിട്ടുണ്ട്. 1K വ്യൂസ് കടന്നിട്ടും ആൾക്കാർ സബ് ചെയ്യണുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞാൽ 192 ഉള്ളൂ. അപ്പോൾ 500എങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 500 സബ് ടാർഗറ്റ്.
അപ്പം ഇവിടെയും മഞ്ഞ സോംബി ഉണ്ട്. മഞ്ഞ സോംബിനെ ഇപ്പം കാണിച്ചു തരാം. എവിടുക്കാ പോണേ? പണ്ട് റോബോക്സിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആ ബാരിസ് പുസ്തറന്നില്ലേ, അത് കളിച്ചപ്പോൾ ചെമ്പട്ടി മന്തി ചെമ്പട്ടി തലയും മന്തി തലയും എന്തൊക്കെ പറഞ്ഞിട്ട് കളിച്ചിരുന്നു. കാണുമ്പോൾ ഇപ്പം തന്നെ നാണം വരും. പിന്നെ മാറിക്കോളും. 2 മാസമായില്ലേ. ശബ്ദത്തിന് മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളോട് നിർബന്ധിക്കല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും നമുക്ക് ഒരു കളിയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ കളിയിൽ കിടന്നിട്ടുണ്ട്. ഇനി ഓക്കെ, ഒരു ബ്രെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓന്മാരെ പിടിക്കാം. സോംബി പിടുത്തം, അതാണ് ഈ ഗെയിമിൻ്റെ പേര്. അതിനാണ് സോംബി ക്യാച്ചേഴ്സ്, അതായത് സോംബി വേട്ടക്കാർ. ഇനി ഇവന്മാരെ പിടിക്കാൻ കുറച്ച് പാടാവും. 3 പേരുണ്ട്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കില്ല. ഒറ്റയടിക്ക് 2 പേര്, ഒറ്റയടിക്ക് 1 പേര്. 1 പേരല്ല, ഒരാൾ. അങ്ങനെ വീണ്ടും സോംബീസിനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതോടെ സോംബീസിനെ പിടിക്കണ കളി തീർന്നു. ഇനി അങ്ങനെ ജ്യൂസ് അടിക്കണ പറഞ്ഞുതരാം. അങ്ങനെ ഈ മെഷീനിൽ 31 സോംബീസ് ആണ്. ആ ഓപ്ഷനിൽ അത് എണ്ണാണ് കേട്ടോ. എന്നിട്ട് ആ മെഷീനിൽ അങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. അപ്പം 3 ആൾക്കാർ വരും. സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മളെ പച്ച സാധനം കൊടുത്താൽ മതി, പച്ച LED. അങ്ങനെ ഓരോന്ന് വിറ്റ് നമ്മൾ ആ വേട്ടക്കാരൻ്റെ മുഖത്ത് ഇങ്ങനെ സന്തോഷം കാണാൻ പറ്റും. പിന്നെ വീണ്ടും അങ്ങനെ കൊടുത്തു പോവാം. ഇങ്ങനെ പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ലെവലപ്പായി പുതിയൊരു സോംബിയും പിന്നെ ആ LED-യും പിന്നെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് വന്നു. അപ്പോൾ ആഡിനെ നോക്കണ്ട. അങ്ങനെ പുതിയ മെഷീൻ വാങ്ങാൻ പോവാണ്. അങ്ങനെ 200 രൂപ അല്ല, 200 നാണയം, 200 ചില്ലറ കൊടുത്തിട്ട് നമ്മളങ്ങനെ പുതിയ സാധനം വാങ്ങി. ഇത് എന്താ അറിയില്ല. അങ്ങനെ പുതിയ മെഷീൻ കിട്ടി. അങ്ങനെ ഇനി ഇതുപോലത്തെ കുറച്ച് സോംബീസ് വേണം, എന്നാലേ നമുക്ക് എന്താ പറയുക, ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഇതുപോലത്തെ കുറച്ച് മെഷീനൊക്കെ വെക്കാൻ കഴിയും. പക്ഷേ ഓരോ ലെവൽ കൂടണം എന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.